Watch full episodes on Jio Hotstar. Rudra! 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 Myra! Varun! റംഗീല എന്നെ വലിച്ചു പിടിക്ക്. അല്ല ഇതെന്താ? ഞാൻ ഇനി എങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുവരും? രുദ്ര രക്ഷിക്ക്, ഞാൻ താഴെ വീണ് പോകുന്നു തോന്നുന്നു. അത് മാത്രമല്ല രംഗീല, ഞങ്ങൾ താഴെ വീഴാൻ പോവാ. ഞാൻ എന്തെങ്കിലും ചെയ്യാം. രക്ഷപ്പെട്ടു. അല്ല ഇതെന്താ? മതി, നിർത്ത്. മൈര, വരുൺ, നമ്മളിപ്പോ എങ്ങോട്ടാ വന്നിരിക്കുന്നേ? രുദ്ര, വരുൺ വായിച്ച മന്ത്രം കാരണം നമ്മൾ ഉടൻ തന്നെ ഈജിപ്തിലെത്തി. ഈജിപ്റ്റോ? എന്നാ ശരി, ഞാൻ മുകളിൽ ചെന്ന് നോക്കട്ടെ. രക്ഷിക്കേ, എങ്ങനെയെങ്കിലും ഈ പുസ്തകത്തെ രക്ഷിക്കേ. അവരൊക്കെ ആരാ? അതവനാ. അതെന്താ അവിടെ തന്നെ പതുങ്ങി നിൽക്കുന്നേ? എന്നാ പിടിച്ചോ. ആക്രമിക്കൂ. ചേട്ടാ, ഇത് ആകെ ഗുലുമാലായി തീർന്നല്ലോ. ഇതിനാ പറയുന്നത് എടുത്തിച്ചാട്ടം എല്ലാത്തിനും പ്രശ്നമാകുമെന്ന്. അയ്യോ, രുദ്ര! ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. ഇനി നീ എന്താ ചെയ്യാൻ പോണടാ ചക്ക? Sibaiska protection wall creato. ഓ, മാജിക്കോ? മാജിക്! നീ ആള് കൊള്ളാലോ. നീ മാജിക് വെച്ച് കളിക്കല്ലേ? ഇനി നമുക്ക് രണ്ടിലൊന്ന് നോക്കാം. അല്ല, നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുക. ഏതോ ഒരു മാന്ത്രിക ബുക്ക് കാരണം അറിയാതെ വഴിതെട്ടിയും കൊണ്ട് വന്നതാ. എനിക്ക് മാജിക് ചെയ്യുന്നവരോട് ഒരിക്കലും ഏറ്റുമുട്ടാൻ പറ്റില്ല. അതിന് വേറെ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷെ നിനക്ക് അവരോടൊപ്പം ഏറ്റുമുട്ടാനൊന്നും പറ്റില്ല. നിനക്ക് ഒരവസരം കൂടി തരാം. ആ ബുക്ക് എന്നെ ഏൽപ്പിക്ക്, അല്ലെങ്കിൽ രുദ്രയുടെ പ്രായത്തിനെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ചെക്ക വളരെ ശക്തിമാനാണ്. തിരിച്ചു നോക്കാതെ വേഗം ഓടിക്കോ, 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 ഓടിക്കോ. വളരെ നന്ദി, എന്നെ രക്ഷിച്ചതിന് വളരെ നന്ദി.
പുസ്തകത്തെ എങ്ങനെയെങ്കിലും അപകടത്തിൽ നിന്ന് രക്ഷിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ ഈ ലോകം തന്നെ നശിച്ചു പോകും. എന്റെ തല മാത്രമല്ല നരീനെ പോലെ ഇരിക്കുന്നത്, അതിന്റെ അകത്തുള്ള ബുദ്ധിയും നരീനെ പോലെ തന്നെയാണ്. അവരെല്ലാരും നമ്മുടെ നേർക്കാണ് ഓടി വരുന്നത്. നീ ഇത് കണ്ടോ? അയ്യോ, ആ മാജിക് ബുക്ക് തട്ടിപ്പറിച്ചിട്ട് പോയി. എന്റെ ആ പുസ്തകം പോയി. ഒരുപക്ഷെ ഹെറോഷിസിന്റെ കയ്യിൽ ആ പുസ്തകം കിട്ടിയാൽ അവൻ ഈ ലോകം മുഴുവൻ നശിപ്പിച്ചു കളയും. ആ പുസ്തകം സ്വന്തമാക്കുന്ന അത്രയും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ എന്നാ വരൂ, നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. അവരെങ്ങോട്ട് പോയി അവിടെ തന്നെ പോകാം. ആ നരിക്കൂട്ടം ഹെറോഷിസിന്റെ അടുത്തേക്ക് എന്നെ പോയിട്ടുണ്ടാകും. ഹെറോഷിസ് ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയാം. ഹെറോഷ്യസ്, ഹെറോഷ്യസ്, നിങ്ങൾ ആവശ്യപ്പെട്ട ബുക്ക് ഇതാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. അല്ല, നിങ്ങൾ എന്താ ഇനി ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ഹെറോഷ്യസിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് ശരിക്കും പേടിയാവുന്നു ഇതൊക്കെ കാണുമ്പോ. ഹെറോഷ്യസ്, ഹെറോഷ്യസ്, എന്നെ രക്ഷിക്കൂ. അതേക്ക് എത്തിയോ? ഹെറോഷ്യസ്, നിങ്ങൾ ആവശ്യപ്പെട്ട ബുക്ക് ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. ഇതാ നിങ്ങൾ ആവശ്യപ്പെട്ട പുസ്തകം. ഹെറോഷ്യസ് വളരെ സന്തോഷത്തിലാണ്. നിനക്ക് ഞാനൊരു സമ്മാനം തന്നേ പറ്റൂ നരിയേ. നരിയ, ആ 5 കല്ലുകൾ വാ. അത് വളരെ നല്ല കാര്യമാണ് നീ ചെയ്തിരിക്കുന്നത്. ആ 5 കല്ലുകൾ ഒരു പ്രാവശ്യം എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരേത് കല്ലുകളുടെ കാര്യമാ പറയുന്നേ? ആ പുസ്തകത്തിൽ 5 മാന്ത്രിക കല്ലുകൾ സ്വന്തമാക്കാനുള്ള വഴികൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അത് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ പിന്നെ അവൻ അതീവ ശക്തിമാനായി മാറും. പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തെ പോലെയാകും. ഡാൻസ് കളിക്ക്, പാട്, ആഹാരം കഴിക്ക്, സന്തോഷമായിട്ടിരിക്കുക. ആഘോഷം ഇവിടെ തുടങ്ങട്ടെ. അവൻ തന്റെ ബ്ലാക്ക് ലൈൻസിനോടൊപ്പം ടെന്നിനകത്താണ്. പക്ഷെ ആ മാന്ത്രിക ബുക്കിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ ആ 5 കല്ലുകളും ഹെറോഷ്യസിന് മുമ്പേ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയൂ. അഥവാ അവനാണത് കണ്ടുപിടിക്കുന്നതെങ്കിൽ പിന്നെ ഈ ലോകം തന്നെ നശിച്ചു പോകും എന്നേക്കുമായി. ഞാൻ ആ ബുക്കിന്റെ കോപ്പി എങ്ങനെയെങ്കിലും കൊണ്ടുവന്നേക്കാം. ആദ്യം ആ ഹെറോഷ്യസിനെ എങ്ങനെയെങ്കിലും ടെന്റിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം. ഐഡിയ! ഇത് നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പെർട്ട് അല്ലേ. രുദ്ര, ഈ മാപ്പ് കാണാൻ നമ്മുടെ GPS സിസ്റ്റം പോലെയുണ്ടല്ലോ. നോക്ക്, ഇതിൽ നമുക്ക് നമ്മുടെ പൊസിഷൻ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് മമ്മിയുടെ സ്ഥലം. എത്ര മനോഹരമായ സ്ഥലമാണിത്. പക്ഷെ അതേസമയം പേടിയും തോന്നുന്നുണ്ട്. മനുഷ്യൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇതൊക്കെ എന്താ ഈ വരുന്നത്? മനുഷ്യരെല്ലാം എത്തിക്കഴിഞ്ഞു. മനുഷ്യരെല്ലാം എത്തിക്കഴിഞ്ഞു. രുദ്ര, ആകെപ്പാടെ പ്രശ്നമായെന്ന് തോന്നല്ലോ. അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്.
എല്ലാരും മാറി നിൽക്ക്. ഇവരധികം പ്രകാശം കണ്ട് പേടിക്കാറുണ്ട്. Sibaiska bright light creator. ഇനി നമ്മൾ അവരെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം അവരൊക്കെ ഈ പ്രകാശം കണ്ട് പേടിച്ചിരിക്കുക. ഓടണ്ട, പേടിക്കണ്ട. എനിക്ക് നിങ്ങളുടെ അടുത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഞാൻ ആ പ്രകാശം ഒന്ന് കുറച്ചേക്കാം. പുറത്തോട്ട് വന്നേക്ക്. ഞാൻ പറയുന്നത് കേക്ക്. ഞങ്ങൾ 5 കല്ലുകൾ തേടി വന്നിരിക്കും. ഇതിലത്രയ്ക്ക് ചിരിക്കാനൊന്നുമില്ല. അത് സത്യമാണ്. ഇക്കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ നിങ്ങളുൾപ്പെടെ മൊത്തം ലോകവും നശിച്ചു പോകും. എന്നാൽ അത് അവസാനിക്കട്ടെ. ഞങ്ങളുടെ ബോഷ് പിലോണ വന്നുകൊണ്ടിരിക്കുകയാണ്. തല കുണിച്ച് നിൽക്ക്. തല കുണിച്ചിരിക്കാനാ പറഞ്ഞത്. നമ്മൾ തേടി വന്ന ഒരു കല്ല് അവന്റെ ചെസ്റ്റിലുണ്ട്. അത് ഭൂമിയുടെ ശക്തിയുള്ള കല്ലാണ്. അതിനകത്ത് എന്തിന്റെ സൈനും കാണുന്നുണ്ട്. തലയോർത്തി നിൽക്ക്. ഞാൻ കേട്ടത് ഈ ലോകം അവസാനിക്കാൻ പോവുകയാണെന്നാ. അവന്റെ കൈവശം 2 കല്ലുകളുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമായി. കാരണം ടിയാന ഇതുവരെ കരയാൻ പഠിച്ചിട്ടില്ല. ലോകമുള്ളത് കൊണ്ടാണ് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നത്. അങ്ങനെ അതില്ലെങ്കിൽ ഞാൻ ഇനിയും അതിന് സന്തോഷിക്കും. ഞാനിപ്പോ അത് തന്നെയാണ് ആലോചിക്കുന്നത്. ലോകം മൊത്തം ഞാൻ എങ്ങനെ അവസാനിപ്പിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു മിനിറ്റ്. ഒരുപക്ഷെ ലോകം അവസാനിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ലാഭം? നിങ്ങളും അതോടെ അവസാനിക്കും. മരമണ്ട കൊച്ചനെ, ഞങ്ങൾ നേരത്തെ തന്നെ മരണപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ രൂപത്തിൽ നിൽക്കുന്നത്. ഞാനിപ്പോ എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത് അറിയാവോ? ലോകം അവസാനിക്കുമ്പോ അതുകൊണ്ടുള്ള ഗുണം എനിക്ക് മാത്രമാണ്. ഞാൻ എല്ലാവരെയും മമ്മിയാക്കി മാറ്റിയിട്ട് ഞാൻ അവരെല്ലാം ഭരിക്കാൻ തുടങ്ങും. ഇവരുടെ കഥ അങ്ങ് കഴിച്ചേക്ക്. എങ്കിലേ ഇവരോടൊപ്പമുള്ള ലോകത്തെ രക്ഷിക്കാന്നുള്ള സ്വപ്നവും അവരോടൊപ്പം ഇല്ലാതാവും. ചേട്ടാ, ഇതാകെ പ്രശ്നമായല്ലോ. ഇവരുടെ ശരീരത്തിൽ 2 കല്ലുകൾ ഉണ്ടല്ലോ, അതുപോലെ തന്നെ 2 ശരീരവും ഉണ്ട്. എന്റെ കൈവശമുള്ളത് വെള്ളത്തിന്റെയും ഭൂമിയുടെയും ശക്തിയുള്ള കല്ലാണ്. അതിന്റെ ശക്തി കൊണ്ട് ഞാൻ വിചാരിച്ചത് എന്തും എനിക്ക് ചെയ്യാനാകും. നിങ്ങളെ കൊണ്ട് എന്നെ തടഞ്ഞു നിർത്താനാവില്ല. രുദ്രയുടെ പ്രായത്തിനെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഫിറോണ, ഒരേ വശത്തോടെ ചില മനുഷ്യர்கள் ഇവിടെ നോക്കി വരുന്നുണ്ട്. വീണ്ടും മനുഷ്യൻ വരുന്നുണ്ടെന്നോ? അവരെ ഞാൻ ആരെയും വിടില്ല. ബാഹുദി ഇവരിങ്ങോട്ട് ചെല്ല്, ബാക്കിയുള്ളവർ അങ്ങോട്ടും ചെല്ല്. ബാക്കിയുള്ളവർ എന്റെ പുറകിൽ വന്ന് നിൽക്കൂ. എല്ലാരും ഓടിപ്പോയോ? എന്റെ കൂട്ടത്തിൽ നിൽക്കാൻ ആരുമില്ലേ? എന്നെ വിട്ടിട്ട് എല്ലാരും നിങ്ങൾ ഓടിപ്പോയോ? ആക്രമിക്ക്. ചെന്നാക്രമിക്ക്. ഞാനിവരെല്ലാരും നശിപ്പിച്ച് അടങ്ങൂ.
ആരും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ഈ ലോകം മൊത്തവും നിശ്ചലമായി അവസാനിക്കും. സൂര്യൻ ഉദിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഇനി ആരും സൂര്യനെ നോക്കരുത്. ഇവിടെയുള്ള ശത്രുക്കളുടെ കഥ അവസാനിപ്പിക്ക്. ചെല്ല്. വെള്ളത്തിന്റെ ശക്തിയുള്ള കല്ല് കിട്ടിക്കഴിഞ്ഞു. ഭൂമിയുടെ ശക്തിയുള്ള കല്ല് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എനിക്ക് എന്റെ 2 കല്ലുകളും നഷ്ടമായി. ഞാൻ നിങ്ങളെ ആരും വെറുതെ വിടില്ല. ഇത് കണ്ടോ, ഈ കല്ല് ചെറുതായിട്ട് മാറാനുള്ള ശക്തിയും ഉള്ളതാണ്. രുദ്ര, നീ ഒരു ഐഡിയ കാണിച്ചില്ലേ? ഡിജിറ്റൽ ബുക്ക് റെഡിയാക്കാനുള്ളത്. അത് നമുക്കിപ്പോൾ വളരെ പ്രയോജനകരമായേക്കും. അല്ലെങ്കിൽ നമുക്ക് അടുത്ത പസിൽ കിട്ടില്ല. രുദ്ര, നിനക്കിപ്പോൾ വെള്ളത്തിന്റെ ശക്തിയുള്ള കല്ല് കിട്ടിയിരിക്കുകയാണ്. അത് നീ ഈ ബുക്കിൽ കൊണ്ട് പതിച്ചു വെക്ക്. അങ്ങനെയായാൽ ചിലപ്പോൾ നമുക്ക് അടുത്ത കല്ലിലുള്ള വഴി കണ്ടെത്താം. അടിപൊളി. ഹെറോഷ്യസിന് സന്തോഷമായി. ഹെറോഷ്യസിന് സന്തോഷമെങ്കിൽ നിങ്ങൾക്കും സന്തോഷം. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായില്ല. അതായത് ആ ചെക്കൻ ഏത് വാഹനത്തിലാണ് സവാരി ചെയ്തുകൊണ്ടിരുന്നത്? ഏത് മൃഗത്തിനും അതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റിയില്ലല്ലോ. ഹെറോഷ്യസ് അവനൊരു മെജീഷ്യനാണ്, ഒരു മഹാനായ മെജീഷ്യൻ. അവൻ വിചാരിച്ചാൽ എന്തും ചെയ്യാൻ പറ്റും. ആ പുസ്തകം വേഗം കൊണ്ടുവാ. അല്ല, ഇതെന്താ പറ്റിയത്? ഈച്ചക്ക് ദാന, ബീച്ചക്ക് ദാന, ദാനേ ഊപ്പർ ദാന. അത് കൈയടക്കാൻ ഒരുത്തൻ പതുങ്ങിയിരിപ്പുണ്ട്. അവൻ ഈ ധാന്യം കഴിച്ചേ മതിയാവൂ. ഈച്ചകദാന, ബീച്ചകദാന, ദാനേ ഊപ്പർ ദാന ഒക്കെ ശരിയാ. പക്ഷെ പതുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ എന്താണ്? ഒരുപക്ഷെ ഷാക്കിർ ഇത് തെറ്റായ രീതിയിൽ വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ വിഷയം അറിഞ്ഞ വേട്ടക്കാരനായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് വേണ്ടിയും വല വരിച്ച് കാത്തിരിക്കുന്നത് വേട്ടക്കാരെ മാത്രമല്ലേ? ഒന്ന് ആലോചിക്കൂ. ഷാക്കിർ എന്ന് പറയുന്നത് വേട്ടക്കാരനല്ലല്ലോ. ഷാക്കിർ എന്ന് പറയുന്ന ഒരു പേരായിരിക്കും. ബാബാദീൻ സർ, ഒന്ന് ആലോചിക്ക്. ഷാക്കിർ എന്ന് പറയുന്നത് ഒരു പേരായിരിക്കുമോ? അതെ അതെ ഉണ്ട്. ഷാക്കിർ എന്നത് ഒരു ഭാഷയുടെ പേരാണ്. പക്ഷെ അയാളുടെ സിറ്റിയെ കുറിച്ച് ഇവിടെയുള്ള ആർക്കും അറിയില്ല. അദ്ദേഹം വളരെ നല്ല ഭാഷയായിരുന്നു. പല പ്രാവശ്യവും അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഭാഷയാണെങ്കിൽ അത് ഷാക്കിറിനെ പോലെ വേണമെന്ന്. എന്ന് വെച്ചാൽ 3ാമത്തെ കല്ല് ആ നഗരത്തിലായിരിക്കും. അവിടുത്തെ ഭാഷ ഷാക്കിർ ആയിരിക്കും. ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ നഗരം എവിടെയാണെന്ന്. അത് കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ലെന്നേ. ആ ബുക്കിലൊന്ന് നോക്കിക്കേ. നമ്മൾക്ക് വീണ്ടും ഇനിയും നോർത്ത് ഡയറക്ഷനിലാണ് പോകേണ്ടത്. വരൂ, എല്ലാരും വീണ്ടും വിശ്വസിക്ക്. പിന്നെയും നമ്മളെ ഹെറോഷ്യസുമായിട്ട് മീറ്റ് ചെയ്യണ്ടെന്ന്. രുദ്ര, ഈ വണ്ടിയിൽ ഇനി നമുക്ക് യാത്ര ചെയ്യാനാവില്ല. അവർ നമ്മൾ നിരക്ക് അസ്ത്രങ്ങൾ എഴുതി നമ്മളെ നശിപ്പിക്കും. ഈ മരുഭൂമിയിൽ വേഗത്തിൽ ഓടുന്നത് ഒട്ടകങ്ങൾ മാത്രമാണ്.
നീ നിന്റെ മാജിക് പവർ യൂസ് ചെയ്ത് ഒട്ടകങ്ങളെ ഉണ്ടാക്കിയെടുക്കൂ. അവയ്ക്ക് മാത്രമേ മരുഭൂമിയിൽ കൂടെ ഓടാനാവൂ. Сибайска, Camel Creator. നിങ്ങളെ ആരെയും കൊണ്ടും എനിക്കൊരു പ്രയോജനവും ഇല്ലല്ലോ. ഒരു കടങ്കഥയുടെ ഉത്തരം പോലും നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. ആ ചക്കർ അവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്ക്. ആ ചക്കർ അവിടെ ഉണ്ടെന്ന് പോയി നോക്കാൻ. അവൻ അതിന്റെ ഉത്തരം തേടി കണ്ടെത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജോലിയും എളുപ്പത്തിൽ തീർക്കാം. പോയി നോക്കാനാ പറഞ്ഞ്. എന്റെ തല മാത്രമല്ല നരീണ്ടത്, എന്റെ ബുദ്ധിയും നരീണ്ട് തന്നെയാണ്. വളരെ വേഗത്തിലാണ്. ഇപ്പൊ തന്നെ ഞാൻ അത് കണ്ടെത്താം. ഹെറോഷസ്, ആ ചക്ക നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആ ദിക്കിൽ ഒരു നഗരമുണ്ട്. എനിക്ക് മനസ്സിലായി അവൻ ഗസൂബയിലേക്കാ പോകുന്നത്. പക്ഷെ അവൻ അവിടെ ചെന്നെത്തുന്നതിന് മുമ്പ് അവരെ പിടിച്ചു നിർത്തണം. ചേടാ, ഇപ്പൊ അടുത്ത പുലിവൽ എന്താ ഈ വന്നോണ്ടിരിക്കുന്നത്? ചേടാ, ഇത് ആകെ ഗുലുമാലായല്ലോ. ഇത് നമ്മുടെ പുറകെ വന്നോണ്ടിരിക്കുകയാണല്ലോ. അവന്റെ കഥ അതോടെ അവസാനിച്ചു. ഇല്ലട ചക്ക. അയ്യോ, രുദ്ര, ഇപ്പൊ ഞാൻ ഈ സ്റ്റോൺ യൂസ് ചെയ്താലേ പറ്റത്തുള്ളൂ. കൂട്ടുകാരെ, പ്രോബ്ലം സോൾവ്ഡ്. Watch India's largest kids library only on Jio Hotstar. Download the app now.